കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും കോൺഗ്രസ് പാർട്ടിയെ ആഭ്യന്തരമായി പിടിച്ചുകുലുക്കിയതുമായ വിഷയങ്ങളിൽ ഒന്നാണ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും യുവ എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക ആരോപണ വിവാദം. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും തുടർന്ന് അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ രാഹുലിന്റെ വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തി. എന്നാൽ ഈ വിവാദം കേവലം ഒരു വ്യക്തിപരമായ ആരോപണത്തിൽ ഒതുങ്ങി നിൽക്കാതെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള ചേരിപ്പോരുകൾ, ധാർമ്മിക നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ, മുതിർന്ന നേതാക്കളുടെ പക്ഷപാതം എന്നിവയെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതായിരുന്നു. ഒരു യുവതി നടത്തിയ വെളിപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ലൈംഗിക പീഡനം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. ഇതിന് പിന്നാലെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ചില ശബ്ദരേഖകളും സന്ദേശങ്ങളും പുറത്തു വന്നതോടെ വിഷയം പൊതുജന മധ്യത്തിൽ കത്തിപ്പടർന്നു. പാർട്ടി സ്വീകരിച്ച പ്രാഥമിക നടപടികളും നിരവധിയാണ്. ദുരനുഭവം ഉണ്ടായെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിന്റെയും സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാർട്ടി രാഹുലിനോട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അനുസരിച്ചു. എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായ അഭിപ്രായം ഉയർന്നുവെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചും തൽക്കാലം ആ നടപടി ഒഴിവാക്കി. പകരം പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചു. ഈ നടപടി ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് മാത്രമായിരുന്നു. കാരണം എംഎൽഎ സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള സസ്പെൻഷൻ ഒരു താൽക്കാലിക പരിഹാരമായി മാത്രമേ വിലയിരുത്തപ്പെട്ടുള്ളൂ. ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ ഇത് അപര്യാപ്തമാണെന്ന് ഒരു വിഭാഗം നേതാക്കളും പൊതുസമൂഹവും അഭിപ്രായപ്പെട്ടു. ഈ വിഷയത്തിൽ കെപിസിസി മുൻ പ്രസിഡന്റ് കെ സുധാകരനും മുതിർന്ന നേതാവ് കെ മുരളീധരനും സ്വീകരിച്ച തീർത്തും വിപരീതങ്ങളായ നിലപാടുകളാണ് കോൺഗ്രസിലെ ആഭ്യന്തര ഭിന്നതയുടെ ഏറ്റവും വലിയ തെളിവ്. ആരോപണങ്ങളെ മുഖവിലക്കെടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുധാകരന്റെ പ്രസ്താവന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വിവാദമുണ്ടാക്കി. പുറത്തുവന്ന ശബ്ദരേഖകളുടെ ഉള്ളടക്കം സത്യമല്ലെന്നും രാഹുലിനെ അപമാനിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും സുധാകരൻ വാദിച്ചു. രാഹുലുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ലെന്ന് തനിക്ക് ബോധ്യമായെന്നും താൻ രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പരസ്യമായി പറഞ്ഞു. സസ്പെൻഷനിലായിരുന്നിട്ടും രാഹുൽ സജീവമായി രംഗത്തിറങ്ങണമെന്നും ആരെതിർത്താലും പ്രശ്നമല്ലെന്നും സുധാകരൻ ആഹ്വാനം ചെയ്തു. രാഹുലുമായി വേദി പങ്കിടുമെന്ന പ്രഖ്യാപനം പാർട്ടി അച്ചടക്കത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു നേതാവിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തോട് സജീവമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതും സുധാകരനും ഔദ്യോഗിക നേതൃത്വം തമ്മിൽ നിലവിലെ അകലം വ്യക്തമാക്കുന്നതായിരുന്നു. സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായാണ് കെ മുരളീധരൻ രംഗത്തെത്തിയത്. സുധാകരന്റെ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞ മുരളീധരൻ പാർട്ടി അച്ചടക്കം കർശനമായി പാലിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണ്. അതിനാൽ നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതിയില്ല എന്ന് മുരളീധരൻ അടിവരയിട്ട് പറഞ്ഞു. നിലവിൽ ചാനലിൽ വന്ന ശബ്ദം മാത്രമേ തെളിവായിട്ടുള്ളൂ എന്നും പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വന്ന പരാതി നൽകിയാൽ പൊതുസമൂഹം പിന്തുണ നൽകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് വിഷയത്തെ നിയമപരമായി നേരിടേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിച്ചു. കെ സുധാകരനെ അനുകൂല പരാമർശത്തിൽ പോലും പാർട്ടി അന്വേഷണം നടക്കുകയാണെന്ന് മുരളീധരൻ പ്രതികരിച്ചതും പാർട്ടി നേതൃത്വം സുധാകരന്റെ നീക്കത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. മുരളീധരന്റെ ഈ നിലപാട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ആരോപണങ്ങളുടെ ഗൗരവം ബോധ്യമുണ്ടെന്നും പാർട്ടി അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു. വിവാദങ്ങൾക്കും നേതാക്കളുടെ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾക്കും പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. താൻ പാർട്ടി നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ എന്നിവരെല്ലാം നേതാക്കളാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സസ്പെൻഷനിലുള്ള ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം താൻ പാലിക്കുന്നതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. താൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ താൻ വീട് കയറി വോട്ട് തേടുന്നത് കഴിഞ്ഞ തവണ തന്നെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അവരുടെ ആവശ്യം നിറവേറ്റേണ്ടത് രാഷ്ട്രീയപരമായ ബാധ്യത തനിക്കുണ്ടെന്നും ഇത് പദവി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും തുടരുന്ന ഒരു ശീലമാണെന്നും രാഹുൽ വിശദീകരിച്ചു. ഈ പ്രതികരണം കെ സുധാകരന്റെ ആഹ്വാനത്തെ അംഗീകരിക്കുന്നുണ്ടെന്നും അതേസമയം ഔദ്യോഗിക നേതൃത്വത്തിന്റെ സസ്പെൻഷൻ നടപടിയെ താൻ മാനിക്കുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള അച്ചടക്കപരമായ നീക്കം കൂടിയായിരുന്നു. പ്രാദേശിക തലത്തിൽ തനിക്കുള്ള പിന്തുണ ഉപയോഗിച്ച് സസ്പെൻഷൻ നിലനിൽക്കുമ്പോഴും പാലക്കാട് അടക്കമുള്ള മേഖലകളിൽ വോട്ട് ചോദിക്കുന്നതിൽ അദ്ദേഹം സജീവമാണ്. കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും പരസ്യമായ പോരുകൾ നടക്കുമ്പോഴും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ശബ്ദരേഖകളിലോ വിവാദങ്ങളിലോ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയതും കോൺഗ്രസ് നേതൃത്വത്തിലെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നു. ഒരേ സമയം യുവ നേതാവിനെതിരെ കർശന നിലപാട് എടുക്കാനും സുധാകരനെതിരെ തിരിയാനുമുള്ള മടി ഈ മൗനത്തിന് കാരണമായി. പാർട്ടി അച്ചടക്കം ലംഘിച്ച് സുധാകരൻ നടത്തിയ പരസ്യ പ്രസ്താവനകളോട് പോലും ശക്തമായി പ്രതികരിക്കാൻ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ദുർബലമായ നേതൃത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിവാദം കോൺഗ്രസ് പാർട്ടിയോട് നിരവധി ധാർമ്മിക ചോദ്യങ്ങളും ഉയർത്തുന്നു. ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച യുവതിക്ക് പിന്തുണ നൽകുന്നതിന് പകരം ആരോപണ വിധേയനായ നേതാവിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പാർട്ടിക്ക് എത്രത്തോളം പ്രതിബദ്ധതയുണ്ടെന്ന് ചോദ്യം ചെയ്യുന്നു. കെ
മുരളീധരൻ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സുധാകരന്റെ പ്രതികരണം കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമായി. പെൺകുട്ടി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല എന്ന കാരണം പറഞ്ഞ് നിയമപരമായി അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ആരോപണങ്ങളുടെ ഗൗരവം കുറച്ചു കാണാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിനെ സജീവമാക്കാൻ മുതിർന്ന നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് പാർട്ടിക്കുള്ളിലെ അധികാര തർക്കങ്ങളെയും ഗ്രൂപ്പ് പോരുകളെയുമാണ് വെളിപ്പെടുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേവലം ഒരു വ്യക്തിപരമായ വിവാദത്തിൽ ഒതുങ്ങി നിൽക്കാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിച്ചിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പര വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കവും നേതൃത്വത്തിന്റെ ശക്തിയും ചോദ്യം ചെയ്യപ്പെടുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ആഭ്യന്തര സംഘർഷങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. വിഷയത്തിൽ പെൺകുട്ടി ധൈര്യപൂർവ്വം നിയമപരമായി മുന്നോട്ട് വരികയും പാർട്ടി നേതൃത്വം പക്ഷപാതമില്ലാതെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് ഈ ധാർമ്മിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. നിലവിൽ ഈ വിവാദം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ നിലവാരം എവിടെ നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്.